ഹലോ, സുഖമാണോ എല്ലാവർക്കും? ഇന്ന് ആദ്യം താങ്ക്സ് പറയണോ അതോ സോറി പറയണോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സ്ത്രീകളിൽ ഒരാൾ ഞാനായിരിക്കും. ഇയറസാറ്റി ഡ്രസ് ബാങ്കിനെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടായിരുന്ന 2000 വ്യൂസ് ആയിരുന്നു. അതിൽ നിന്ന് കോളായും വാട്സപ്പ് മെസ്സേജായും ഡ്രസ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത് 12 പേരായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെയാണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ് അങ്ങനെ ഒന്നും വിട്ട് കളയേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ വിചാരിച്ച ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ 12 പേരെ കിട്ടി. അവർ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോട് പറയാൻ ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10,000 വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിൽ നിന്ന് തന്നെ ഡൊണേറ്റ് ചെയ്യാൻ കുറേ പേരെ കിട്ടില്ലേ. അപ്പോൾ ഓർഫനേജിലേക്കും ഓൾഡ് ഏജ് ഹോമിലേക്കും മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി ഡ്രസ് ബാങ്കിലേക്കും കൊടുക്കാൻ കുറേ ഡ്രസ്സും കിട്ടും. പിന്നെ SIT കാഷ്വാലിറ്റിയിലെല്ലാം പുതിയതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങി കൊടുക്കാറുള്ളത്. ഞങ്ങളെപ്പോലെ കിട്ടുന്ന സാലറിയിൽ നിന്ന് ചെറിയൊരു ഭാഗം മാറ്റി വെച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും അതുപോലെ സഹായമായിട്ട് മുമ്പോട്ട് വന്നാൽ കുറേ പേർക്ക് ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇയറസാറ്റി ഡ്രസ് ബാങ്കിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. 500 വ്യൂസ് ഒക്കെ ആയപ്പോൾ തന്നെ കുറച്ച് പേര് മെസ്സേജ് അയച്ചു തുടങ്ങി. പിന്നെ വ്യൂസിന്റെ എണ്ണം 1000, 10,000, 25,000, 50,000, 75,000, 85,000 ഇത് പോരാഞ്ഞിട്ട് വാട്സപ്പിൽ എത്ര ഗ്രൂപ്പിൽ ഷെയർ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ആദ്യമൊക്കെ വിളിച്ചവരുടെ പേര്, നമ്പർ, സ്ഥലം ഒരു ബുക്കിൽ എഴുതി വെച്ച് ആ സ്ഥലത്തിനടുത്തുള്ള വോളണ്ടിയേഴ്സിനെ അറിയിക്കുക എന്നായിരുന്നു കേട്ടോ പ്ലാൻ. ഡ്രസ് ബാങ്കിന് വേണ്ടി മാത്രം ഒരു മൊബൈലും സിമ്മും മാറ്റി വെച്ചു. എഴുതി കുറച്ചായപ്പോൾ തന്നെ എഴുതിയ തീരില്ല എന്ന് മനസ്സിലായി. ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിൽ തന്നെ പലരെയും തിരിച്ച് വിളിക്കാനും പറ്റാതെ പോയിട്ടുണ്ട്. വാട്സപ്പിൽ എല്ലാവർക്കും ഇപ്പോൾ അയക്കുന്ന ഒരേ ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വരുന്നതിന് 2 ദിവസം മുമ്പ് വിളിക്കാട്ടോ, ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ നല്ല മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നായിരുന്നു. സമയപരിമിതി കൊണ്ട് അങ്ങനെ ഒരു റിപ്ലൈ മാത്രം ഒതുക്കേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. എനിക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാത്ത ദിവസങ്ങളിൽ വന്ന മിക്ക കോളുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വന്ന മെസ്സേജുകൾക്കെല്ലാം മുമ്പ് പറഞ്ഞ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിനാണ് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിച്ചത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വാട്സപ്പിലെ ഷെയറും കൊണ്ട് കേരളത്തിൽ ഇത്ര അധികം സ്ഥലങ്ങളിൽ നിന്ന് വന്ന കോൾസും മെസ്സേജസും കണ്ട് ഞങ്ങൾക്ക് എത്ര സന്തോഷമായെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. പഴയ ഡ്രസ്സ് മാത്രം ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അത് കണ്ട് വിളിച്ചതിൽ മിക്കവരും പറഞ്ഞൊരു കാര്യം അധികം പഴക്കമില്ലാത്തത്, ഒരു തവണ പോലും യൂസ് ചെയ്യാത്തതായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇതിലുണ്ട് കേട്ടോ എന്നായിരുന്നു. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ വിളിച്ചവരുടെ മാത്രം ഡ്രസ്സ് കളക്ട് ചെയ്ത് തീരുമ്പോൾ തന്നെ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമായിരിക്കും. അവധി ദിവസങ്ങളിൽ മാത്രമേ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പോകാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് വരാൻ ഒരുപാട് വൈകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഡ്രസ്സ് നേരിട്ട് മംഗലപുരത്ത് എത്തിച്ചവർക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ കുറേ നെഗറ്റീവ് കമൻസും മെസ്സേജസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് പറയാമോ എന്ന് അവരോട് തന്നെ ചോദിച്ചപ്പോൾ അതിന് ഉത്തരവൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്തോ കുറ്റം ചെയ്യുന്ന പോലെയായിരുന്നു ചിലരുടെ അഭിപ്രായങ്ങൾ. ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ വിളിച്ചവരിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം, ഒരുപാട് കാലം കൊണ്ട് അവരുടെ അലമാരകളിൽ ചുമ്മാ അടുക്കി വെച്ചേക്കുന്ന ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതാ, നശിപ്പിച്ച് കളയുന്നതിനെക്കാട്ടി ആർക്കെങ്കിലും കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഡ്രസ് ബാങ്കിനെ കുറിച്ച് അറിഞ്ഞത്. വളരെ നല്ല കാര്യമാണ് കേട്ടോ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന്. എന്നാൽ മറ്റു ചിലർക്ക് എന്തോ വലിയ കുറ്റം ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട ലൈഫ് ഭയങ്കര ബോറായി പോകും. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചിലരൊക്കെ വേണ്ടേ. അപ്പോൾ അതല്ലേ ഒരു രസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.